ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉന്നക്കായ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുപ്പാവരുത്, എന്നാൽ നല്ല പച്ചയാവരുത്. അതിന് മീഡിയം സൈസായിട്ടുള്ള പഴുപ്പായിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രമില്ലേ, അതിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. പിന്നെ എന്താ, നമ്മുടെ ഉന്നക്കായ് നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറിയ പീസാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. പിന്നെ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആവിയിൽ വേവിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിനൊരു ലൂസ് കൺസിസ്റ്റൻസി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡ് പൊടിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊരു ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാനിത് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഉന്നക്കായ് ഉണ്ടാക്കാൻ നോക്കുന്നത്. പലരും തേങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ മുട്ട വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട, അതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചൂടായ പാനിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ്, മുന്തിരി, ഡേറ്റ്സ്, ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലായിട്ടുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു മുട്ടേൻ്റെ മിക്സില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യരുത്. കുറച്ചൊന്നത് കുക്കായിട്ട് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിക്കി കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവായിട്ട് കിട്ടും. ഇനി ഇതാ നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മാവില്ലേ, അതിന്ന് എത്ര വലുപ്പത്തിലാണ് നമുക്ക് ഉന്നക്കായ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇന്ന വലുപ്പം വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതാ അതൊരു ആ ഒരു മാവ്, പഴത്തിൻ്റെ മാവ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കംഫർട്ടബിൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കിത് അതിൽ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഫില്ലിങ്സും നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓരോ ഉന്നക്കായും ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യരുത്. ഇതുപോലെ ഇതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഒരു 3-4 മാക്സിമം ഇടാം, അതിൽ കൂടി പോകരുത് കേട്ടോ. ഇനി നമുക്കിന്നെ തിരിച്ചിടാനൊന്നും ഒക്കെ പ്രയാസമായിട്ട് മാറും. അപ്പം ഞാനത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒരു 3-4 ഒക്കെ എടുത്തിട്ട് നമ്മൾ പാത്രം ഫില്ലായിങ്ങാണ്ട് നിൽക്കരുത്.
കുറച്ചൊരു സ്പേസ് വേണം നമുക്കത് തിരിച്ചിടാൻ. ആ ഒരു രീതിയിലായിരിക്കണം എന്ത് സ്നാക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് ഞാൻ സ്പീഡ് കൂട്ടി വെച്ചത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള തവാന്നോ കയ്യിലെന്നോ ഒക്കെ പറയും, എടുക്കരുത്. ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ളത് എടുക്കാതിരിക്കുക. അപ്പോൾ അത് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഉന്നക്കായകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട്സൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.